നിങ്ങൾക്ക് എന്ത് ടൈപ്പ് പാർട്ട്ണറെ വേണ്ടതെന്നുള്ളത് നിങ്ങൾക്കറിയില്ല. റിലേഷൻസിനെ ഇമ്മീഡിയറ്റ്ലി ബ്രേക്ക് ചെയ്തിട്ട് അടുത്ത റിലേഷനിലേക്ക് പോകാനും ഒക്കെ ഉള്ള ടെൻഡൻസീസ് ആളുകളിൽ കൂടുതലാണ്. സോഷ്യൽ മീഡിയയും ഈ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്ന പാറ്റേണും ഇമ്പൾസീവ് ആയിട്ടുള്ള ടെൻഡൻസീസും ഡിസിഷൻ മേക്കിങ്ങും കൺക്ലൂഷനിലേക്ക് പോകാനുള്ള ടെൻഡൻസിയൊക്കെ കൂടുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ട്. നോ കെയർ ആറ്റിറ്റ്യൂഡ് ഇങ്ങനെ കുറച്ച് കൂടി വരുന്നുണ്ടോ? എന്തെങ്കിലുമൊക്കെ ആവട്ടെ, എന്താ ചേച്ചി എല്ലാത്തിനോടും അഗ്രി ചെയ്യുക, ഞാനൊക്കെ ഇനി എങ്ങനെ രക്ഷപ്പെടൂ, പറഞ്ഞു കഴിഞ്ഞതൊക്കെയാണ് വലിയ കാര്യം എന്ന് ചോദിക്കുന്ന വീട്ടുകാരും ആയിരിക്കും വീട്ടിലുണ്ടാവുക. ഫോണും കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ബുക്ക് എടുത്ത് പഠിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഫോണിനകത്താണ് ഇന്നത്തെ കാലത്ത് ബുക്ക് എന്ന് മനസ്സിലാക്കാത്ത പാരൻസ് ആണെങ്കിൽ എന്ത് ചെയ്യും? അതായത് ഈ ഞാൻ ഇത്രയും പഠിച്ചുകൊണ്ട് എന്ത് കാര്യം? എന്തെങ്കിലും ഒരു സോഷ്യൽ മീഡിയ സ്റ്റാർ ആയാൽ യു ക്യാൻ മേക്ക് ലാക്സ് ഔട്ട് ഓഫ് ഇറ്റ്. മണിയൊന്നും ഒന്നും അല്ല എന്ന് പറയുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിലും ഈ സൊസൈറ്റിയിൽ മണി ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറിയാണ് ജീവിക്കുന്നത്. റീഷെയർ ചെയ്യുന്നു, സേവ് ചെയ്ത് പല 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 ഫോൾഡേഴ്സിലാക്കി വെക്കുന്നു. റിയൽ ലൈഫിലേക്ക് അവർ വരുന്നേ ഇല്ല. എക്സിക്യൂഷനിൽ വരണമെന്നുണ്ടെങ്കിൽ റിയാലിറ്റിയിൽ വരുന്ന സ്ട്രെസ് എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. ഈവൻ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ആവണം എന്ന് ആഗ്രഹിക്കുന്നവർ, കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർ, അടുത്ത സ്റ്റെപ്പിലേക്കുള്ള പ്ലാനിങ്ങിലേക്ക് പോകാൻ ഫോൺ താഴെ വെക്കാൻ പറ്റുന്നില്ല. നാട്ടിൽ നിന്ന് ഇങ്ങനെ ഒരുപാട് ഡിമാൻഡ്സ് ആണ്. അത് ചെയ്താ ഇത് ചെയ്താ, കുടുംബക്കാർക്ക് വേണ്ടിയുള്ള ചെയ്ത് കൊടുക്കുക, പെങ്ങളെ കെട്ടിച്ചു കൊടുക്കുക, മൂത്ത സിസ്റ്റർ പോയിട്ട് ബാക്കിയുള്ളവരെ നോക്കുക എന്നുള്ള രൂപത്തിലാവും. അല്ലെങ്കിൽ അനിയത്തിമാര് പോയിട്ട് ചേച്ചിക്ക് വീട് വെച്ച് കൊടുക്കുക എന്നുള്ളതാവും. ഒരാളെ എല്ലാം കൂടി നമ്മളങ്ങോട്ട് ചെയ്യാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തതുപോലെ അയാൾക്ക് ഫുള്ള് ബേർഡനായിട്ട് അയാളെ പറ്റി ജീവിക്കാൻ മറന്ന പോലെ ജീവിക്കേണ്ട സാഹചര്യങ്ങൾ തിരിച്ചു വരിക എന്നുള്ള ഒരു സ്കോപ്പില്ല. ഇപ്പം പറയുമ്പം പലരും പറയാറുണ്ട് ഇങ്ങനെ 1-2 പേരെയൊക്കെ ഡേറ്റ് ചെയ്തിട്ട് ബെറ്റർ എന്ന് തോന്നുന്ന ഒരാളെ തിരഞ്ഞെടുക്കുക. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഈ 2K കിഡ്സിൻ്റെ ഇടയിൽ ഇങ്ങനെ അവർ ചെയ്യുന്നൊരു സമ്പ്രദായം. കാരണം ജീവിച്ചിട്ട് തെറ്റാണെന്ന് മനസ്സിലാക്കുന്നതിനേക്കാളും നല്ലതല്ലേ എന്ന് ചോദിക്കുന്ന പല കുട്ടികളുണ്ട്. അതിനേക്കാളും ഒന്ന് ട്രയൽ നോക്കി, ഈ പറഞ്ഞ ബോയ് ഫ്രണ്ട് ടെസ്റ്റിംഗ് ഒരുപാട് ഇതുണ്ടല്ലോ, ക്രെഡിറ്റ്സ് ഉണ്ടല്ലോ, അതൊക്കെ നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ കല്യാണം കഴിക്കുക. അതൊക്കെ എന്താണ് ആർദ്രയ്ക്ക് പറയാനുള്ളത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോഴും പലതും കണ്ട് മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ എന്ന് വേണം പറയാൻ. സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും, എല്ലാ പാറ്റേൺസും എല്ലാം ഒന്നും നമുക്കടക്കം ഫോളോ അപ്പ് ചെയ്ത് ഇതൊക്കെ നടക്കുന്നുണ്ടല്ലേ എന്ന് മനസ്സിലാക്കാനായിട്ടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പലതും കേസസ് ആയിട്ട് വരുന്ന സമയത്താണ് നമ്മൾ പല ഡൈനാമിക്സ് ആണല്ലോ ബേസിക്കലി. അങ്ങനെ ഒരു 2K കുട്ടികളുടെ എന്തെങ്കിലും കേസ് പാർട്ട്നേഴ്സിനെ ചൂസ് ചെയ്യുന്നതിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് വരുന്ന ആളുകളുണ്ട്. ഈ പാർട്ട്നേഴ്സിനെ ചൂസ് ചെയ്യാൻ കൺഫ്യൂസ്ഡ് ആവുന്ന ആളുകൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് എന്ത് ടൈപ്പ് പാർട്ട്ണറെ വേണ്ടതെന്നുള്ളത് നിങ്ങൾക്കറിയില്ല. അതിന് മറ്റുള്ള ആളുകളെ പോയി നിങ്ങൾ ടെസ്റ്റ് ചെയ്തും എക്സ്പെരിമെൻ്റ് ചെയ്തിട്ടും അല്ല ചെയ്യേണ്ടത്. അതിപ്പം ഫിസിക്കലി ചെന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതിനേക്കാളുപരി പെട്ടെന്നൊരു കൺക്ലൂഷനിലേക്കോ പെട്ടെന്നൊരു ഡിസിഷനിലേക്കോ പോകേണ്ട അത്യാവശ്യമൊന്നും ഒരു റിലേഷൻഷിപ്പിലും ഉണ്ടെന്ന് ഞാൻ ബിലീവ് ചെയ്യുന്നില്ല. ഈ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സിനെ നമ്മൾ ഡേറ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഫൈനലി നമ്മളൊരു കൺക്ലൂഷനിൽ എത്തിയെന്ന് വിചാരിക്കാം. എന്നിട്ട് അയാളുടെ കൂടെ ലൈഫ് മുന്നോട്ട് പോകുന്ന സമയത്താണെങ്കിലും കോൺഫ്ലിക്റ്റും കാര്യങ്ങളും വരുമ്പോൾ നമ്മൾ എഗെയിൻ കമ്പയർ ചെയ്ത് നോക്കാനും, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ടോളറൻസും ഡിഫിക്കൽട്ട് ഇമോഷൻസിൻ്റെ കൂടെ ഇരിക്കാനുള്ള കപ്പാസിറ്റിയൊക്കെ ആളുകളിൽ കുറഞ്ഞു വരുന്നതുകൊണ്ട് റിലേഷൻസിനെ ഇമ്മീഡിയറ്റ്ലി ബ്രേക്ക് ചെയ്തിട്ട് അടുത്ത റിലേഷനിലേക്ക് പോകാനും ഒക്കെ ഉള്ള ടെൻഡൻസീസ് ആളുകളിൽ കൂടുതലാണ്. സോ ഒരുപാട് ടൈം എടുത്ത് തന്നെ ഒരാളെ മനസ്സിലാക്കാൻ നോക്കുക. ഇത് ടെസ്റ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും നന്നായിട്ടല്ലേ പെർഫോം ചെയ്യുള്ളൂ അല്ലേ? ഇപ്പോൾ ബോയ് ഫ്രണ്ടിനെ ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോകുക എന്നുള്ളത് ബോയ് ഫ്രണ്ടിനും അറിയാമെന്നുണ്ടെങ്കിൽ പറ്റിക്കാൻ എന്ത് എളുപ്പമാണ് അല്ലേ? ഫ്യൂ മന്ത്സ് അങ്ങനെ പോകുന്നതിന് ബുദ്ധിമുട്ടില്ല. ഇയേഴ്സോളം പോയിട്ട് നമ്മൾ പല കാര്യങ്ങളും റിയലൈസ് ചെയ്യുന്ന സാഹചര്യമല്ലേ പല റിലേഷൻസിലും വരുന്നുണ്ട്. അപ്പോഴാണ് ഇതൊക്കെ നമുക്കറിയില്ല. അവരവരുടേതായിട്ടുള്ള ലൈഫിലൂടെ പോകുന്നു. നമുക്കതിൽ ശരി തെറ്റുകളും നമ്മളൊന്നും പറയാൻ ആരുമല്ല. അവരെന്തുകൊണ്ട് പോകുന്നു എന്നുള്ളതും ഓരോ ആളുകൾക്കനുസരിച്ചത് ഡിഫറൻറ്റുമാണ്. ഒന്നും ജനറലൈസ് ചെയ്യാനും പറ്റില്ല. ബേസിക്കലി ഇമോഷൻസിനെ പറ്റിയുള്ള അവയർനെസ്സും ഇമോഷൻസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള അവയർനെസ്സും ഒക്കെ കുറഞ്ഞു വരുന്നൊരു ജനറേഷന് മാത്രം പറയാൻ വയ്യ. എല്ലാ ആളുകളിലും ഈ സോഷ്യൽ മീഡിയയും ഈ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്ന പാറ്റേണും ഒക്കെ വരുന്നതുകൊണ്ടേ ഇമ്പൾസീവ് ആയിട്ടുള്ള ടെൻഡൻസീസും ഡിസിഷൻ മേക്കിങ്ങും കൺക്ലൂഷനിലേക്ക് പോകാനുള്ള ടെൻഡൻസിയൊക്കെ കൂടുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ട്. പൊതുവേ ഒരു നോ കെയർ ആറ്റിറ്റ്യൂഡ് മൊത്തത്തിൽ വരുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞു സലീമേട്ടൻ്റെ ആ ഒരു സ്പേസിൽ പോലും
ആരും ഒന്നും വേറൊന്നും കെയർ ചെയ്യുന്നില്ല. അവർക്ക് കിട്ടാനുള്ള ഫുട്ടേജ് വേണം, കുറേ പേർക്ക് സെൽഫീസ് വേണം, കുറേ പേർക്ക് താരങ്ങളെ കാണണം. അതുപോലെ തന്നെ ഇപ്പോൾ കുട്ടികളെ എടുക്കുകയാണെങ്കിൽ അച്ഛനമ്മ എന്നൊന്നും പറയുന്ന അവരത്ര കൺസേൺ ചെയ്യുന്ന കാര്യങ്ങളല്ല. അവരൊരു 12 വയസ്സാകുമ്പോൾ തന്നെ പുറം രാജ്യത്ത് പോകണം, അവരുടെ ലൈഫ് കെട്ടിപ്പടുക്കണം എന്നുള്ള വളരെ പാഷനേറ്റായിട്ട് നിൽക്കുന്ന ഒരു തലമുറയെ നമുക്ക് കാണാം. സോ ഒരു നോ കെയർ ആറ്റിറ്റ്യൂഡ് ഇങ്ങനെ കുറച്ച് കൂടി വരുന്നുണ്ടോ? ഈ നോ കെയർ ആറ്റിറ്റ്യൂഡിനെ നമ്മൾ ക്ലിനിക്കലി നോക്കുന്ന സമയത്ത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാവും കാണാം. ഓക്കെ, അതായത് നോ കെയർ എന്ന് നമുക്ക് പുറത്തേക്ക് തോന്നുന്ന പല ആളുകളും ഇമോഷണലി എക്സോസ്റ്റഡ് ആയിട്ടും ബേൺഡ് ഔട്ടായിട്ടും പല ഇമോഷൻസും സപ്രസ് ചെയ്തിട്ടും പലരും ഡിപ്രഷനിലൂടെയും അല്ലെങ്കിൽ പുറത്തേക്ക് എക്സ്പ്രസ് ചെയ്യാത്ത ആങ്സൈറ്റിയിലൂടെയും പോകുന്ന കുട്ടികളാണ്. ഓക്കെ ഓക്കെ, എന്തെങ്കിലുമൊക്കെ ആവട്ടെ, എന്താ ചേച്ചി ആയിക്കോട്ടെ, കുഴപ്പമില്ല, എല്ലാത്തിനോടും അഗ്രി ചെയ്യുക, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള സ്പേസിലേക്ക് ഒതുങ്ങിക്കൂടുക, റൂമുകളിൽ മാത്രം ഇരിക്കുക, വീട്ടുകാരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നതേ ഇഷ്ടമല്ല, ഫ്രണ്ട്സിൻ്റെ കൂടെ മതി. മേ ബി ഫ്രണ്ട്സ് കുറച്ചുകൂടെ ലിസൺ ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ അവരെ കൂടുതൽ കറക്റ്റ് ചെയ്യുന്നുണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ ഓക്കെ അല്ലേ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചിട്ട് അവരെ ട്രബിളിലാക്കുന്നുണ്ടാവില്ല. അവർക്ക് തന്നെ ഈ ഇമോഷൻസിന് എന്താ കാണിക്കേണ്ടതെന്ന് അറിയുന്നുണ്ടാവില്ല. ഈ കോൺസ്റ്റൻറ്റ് കമ്പാരിസൺ എന്ന് പറയുന്നൊരു സംഭവം ആലോചിച്ച് നോക്കി. ഇപ്പോൾ നമ്മളടക്കം പല പ്രൊഫഷനിലും നിൽക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ റീച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലേ? നമ്മൾ പ്രൊഫൈലിൽ ഇങ്ങനെ ബിൽഡ് ചെയ്യാൻ നോക്കുകയാണ്, പല സ്ട്രാറ്റജീസ് നോക്കുകയാണ്, അതാണ്. കുട്ടികളുടെ ഇടയിലും ഈ സോഷ്യൽ മീഡിയയും അക്കൗണ്ടും കാര്യങ്ങളും റീച്ചും അതിനെന്ത് ചെയ്യണം എന്നുള്ള തോട്ട്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പോപ്പുലേഷൻ ഉണ്ട്. ഇതൊന്നും ചെയ്യാൻ എനിക്കൊരു കഴിവും ഇല്ലല്ലോ, ഞാനൊക്കെ ഇനി എങ്ങനെ രക്ഷപ്പെടുമോ എന്ന് വിചാരിക്കുന്ന ഒരു പോപ്പുലേഷൻ ഉണ്ടാവും. മനസ്സിലായോ? ഇങ്ങനെ പല പല രീതിയിലൂടെയാണ് ഇന്നത്തെ കുട്ടികളുടെ മാനസികാവസ്ഥ പോണേ. നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റുന്നില്ല, അവർ പറയുന്നുമില്ല, അവർക്ക് പറയണം എന്നുള്ളതും അറിയില്ല. പറഞ്ഞു കഴിഞ്ഞതൊക്കെയാണ് വലിയ കാര്യം എന്ന് ചോദിക്കുന്ന വീട്ടുകാരും ആയിരിക്കും വീട്ടിലുണ്ടാവുക. ഇതിൻ്റെ ഒന്നും ഇമ്പോർട്ടൻസ് ഫോണിനകത്താണോ നിൻ്റെ ജീവിതം ഇരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്താണ്. അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല പാരൻസ് എന്നുണ്ടെങ്കിൽ പിന്നെ അവരുടെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ഫോണും കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ബുക്ക് എടുത്ത് പഠിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോണിനകത്താണ് ഇന്നത്തെ കാലത്ത് ബുക്ക് എന്ന് മനസ്സിലാക്കാത്ത പാരൻസ് ആണെങ്കിൽ എന്ത് ചെയ്യും? പറഞ്ഞു മടുത്ത് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു പാരൻസും വേറൊരു ജനറേഷനായിട്ടും നിൽക്കുന്നുള്ള ഒരു കോൺഫ്ലിക്റ്റ് വളരെ ഭീകരമാണ്. ഈ ഫോണില്ലാത്ത ഇപ്പം എന്നെപ്പോലെ വളർന്ന ആ ഒരു തലമുറയ്ക്കാണോ, ഫോണുള്ള ഈ ഒരു തലമുറയ്ക്കാണോ സ്ട്രെസ്സ് കൂടുതൽ ഉണ്ടാകുന്നത്? ഫോൺ ഉപയോഗിക്കുന്ന ജനറേഷൻ എന്ന് വിചാരിച്ചിട്ട് ഇപ്പം നമ്മളും ഫോൺ യൂസിലൊക്കെ അവരൊക്കെ ബൈപ്പാസ് ചെയ്ത് ഫോൺ യൂസ് ചെയ്യുന്നത് പോലെ ഇപ്പം നമ്മളും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഫോൺ യൂസ് ചെയ്യുക എന്നുള്ള രൂപത്തിലും രാവിലെ വന്ന മെസ്സേജസ്, നോട്ടിഫിക്കേഷൻസ്, ഇന്നത്തെ ടാസ്കുകൾ നേരെ ഫോണിലേക്ക് തന്നെയല്ലേ പോകുന്നത്. ഈ ഓരോ ചാറ്റും കാണുന്നതും ഓരോ കോൺവെർസേഷൻസ് വന്നിട്ടുള്ളതും നമുക്ക് തന്നെ മറുപടി കൊടുക്കണം എന്നുള്ള അപ്പം തുടങ്ങുന്ന സ്ട്രെസ്സാണ്. കുട്ടികൾക്ക് വേറെ രീതിയിലാണെന്നുള്ളതേ ഉള്ളൂ. അപ്പം ഒരു കുട്ടി പറയുന്ന കേട്ടു, കുട്ടി പഠിച്ചു, എൻജിനീയറിംഗ് ഒക്കെ പഠിച്ചു കഴിഞ്ഞു, കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് അതും ഒരു ദിവസം 8 മണിക്കൂർ വർക്ക് ചെയ്താൽ കിട്ടുന്ന സാലറി 25,000 ആണ്. അതേസമയം ഒരു സബ്സ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിയുന്ന ഒരു പെൺകുട്ടിക്ക് കിട്ടുന്നതെന്ന് പറയുന്നത് 3 ലക്ഷം 4 ലക്ഷം രൂപയാണ്. ഇത് കൊടുക്കുന്ന ഒരു സ്ട്രെസ് ഇല്ലേ? അതായത് ഞാൻ ഇത്രയും പഠിച്ചുകൊണ്ട് എന്ത് കാര്യം, 20 വയസ്സുള്ള എന്തെങ്കിലും ഒരു സോഷ്യൽ മീഡിയ സ്റ്റാർ ആയാൽ യു ക്യാൻ മേക്ക് ലാക്സ് ഔട്ട് ഓഫ് ഇറ്റ് എന്ന് കൊടുക്കുന്ന ഈ സ്ട്രെസ്സൊക്കെ കുറച്ച് കൂടുതലല്ലേ ഇപ്പോൾ ആർദ്ര? ഉണ്ട്, അത് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കമ്പാരിസൺ എന്ന് പറയുന്നത് എല്ലാ ആളുകളെയും ഇന്ന് ബാധിച്ചിട്ടുള്ളൊരു വിഷയമാണ്. അത് സോഷ്യൽ മീഡിയയ്ക്ക് അകത്ത് നിൽക്കുന്ന ആളുകളാണെങ്കിലും പുറത്ത് വേറൊരു പ്രൊഫഷനിൽ നിൽക്കുന്ന ആളുകളാണെങ്കിലും പലപ്പോഴും മണി എന്ന് പറയുന്നതാണല്ലോ അൾട്ടിമേറ്റ്ലി ഇതിൻ്റെയൊക്കെ ഉള്ളിലേക്ക് വരുന്നത്. മണി ഡിഫൈൻ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഹെൽത്ത്, ഹാപ്പിനെസ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ. ഒന്നും അല്ല എന്ന് പറയുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിലും ഈ സൊസൈറ്റിയിൽ മണി ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ തന്നെയാണ് ജീവിക്കാൻ. ഒന്നും വേണ്ട, മെൻ്റൽ ഹെൽത്ത് ഫീൽഡിൽ തന്നെ വരുമ്പോൾ സെഷൻസ് പ്രോപ്പറായിട്ട് എടുക്കണമെങ്കിൽ അവർക്കൊരു ഫൈനാൻഷ്യൽ സാഹചര്യം ഉണ്ടാവണം. അതല്ലാത്ത സ്ഥലങ്ങളുണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയണേ. ഇപ്പം നമ്മൾ ജനറൽ ഹോസ്പിറ്റൽസ് ഉണ്ടാവും, ഗവൺമെൻറ് ഫെസിലിറ്റീസ് ഉണ്ടാവും, പക്ഷേ എത്രത്തോളം ക്വാളിറ്റിയിൽ അവിടെ സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് ഡിഫറെൻ്റ് ആണ്, അല്ലേ? അപ്പം നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കണമെങ്കിലും പീസ്ഫുള്ളായിട്ടിരിക്കണമെങ്കിലും ലൈഫിൽ ഓക്കെ അല്ല, സ്ട്രെസ്ഡ് ആണ് തോന്നുമ്പോൾ ഒരു ബ്രേക്ക് എടുക്കണമെങ്കിൽ പോലും യു നീഡ് പൈസ, അല്ലേ? ആണ്. അപ്പം മണി ഉണ്ടാക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ആകുമ്പോൾ എല്ലാവരും എന്താ ചെയ്യണത് എന്നുള്ളതിലേക്ക് നോക്കാനും നമ്മൾ ആ സ്ട്രെസ്സിൽ നിന്ന് ഡിസ്ട്രാക്ട് ചെയ്യാൻ എഗെയിൻ ഫോണിലേക്ക് പോയിട്ട് ഫോൺ നോക്കി ഇരുന്ന് കഴിഞ്ഞ് കമ്പയറും ചെയ്ത് അതൊരു ലൂപ്പാണ് ബേസിക്കലി.
ഒരുപാട് ആളുകളെ നമ്മൾ കാണാറുണ്ട്. ഈ സോഷ്യൽ മീഡിയ എടുത്തിട്ട് കാണുന്ന എല്ലാ പോസിറ്റീവ് സാധനങ്ങളും മോട്ടിവേഷണൽ സാധനങ്ങളും ഒക്കെ ഇരുന്ന് ഇങ്ങനെ റീഷെയർ ചെയ്യുന്നു, സേവ് ചെയ്ത് പല 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 ഫോൾഡേഴ്സിലാക്കി വെക്കുന്നു. ഇതിപ്പോൾ ലൈഫിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന വിചാരിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് മാത്രമേ നടക്കുന്നുള്ളൂ. റിയൽ ലൈഫിലേക്ക് അവർ വരുന്നേ ഇല്ല. എപ്പോഴും ഹൈലി മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കാനായിട്ട് സ്ക്രീനിനകത്ത് പ്ലാനിങ്ങിലാണ് ലൈഫിൻ്റെ. പ്ലാനിങ് മാത്രമേ നടക്കുന്നുള്ളൂ, എക്സിക്യൂഷൻ ഇല്ല. എക്സിക്യൂഷനിൽ വരണമെന്നുണ്ടെങ്കിൽ റിയാലിറ്റിയിൽ വരുന്ന സ്ട്രെസ് എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവണം. അതെടുക്കാൻ പറ്റില്ല. അതൊരു വലിയ പ്രശ്നമാണ് ഇന്നത്തെ കാലത്ത്. ഈവൻ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ആവണം എന്ന് ആഗ്രഹിക്കുന്നവർ, കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന അങ്ങനെയൊക്കെയുള്ള ടീനേജേഴ്സും കുട്ടികളും അഡൾട്ട്സും ഒക്കെ വരുന്ന സമയത്തുള്ളൊരു പ്രശ്നം ഇതാണ്. അടുത്ത സ്റ്റെപ്പിലേക്കുള്ള പ്ലാനിങ്ങിലേക്ക് പോകാൻ ഫോൺ താഴെ വയ്ക്കാൻ പറ്റുന്നില്ല. എക്സിക്യൂഷൻ കുറവാണ്. എക്സിക്യൂഷൻ ഇല്ല, പ്ലാനിങ്ങേ ഉള്ളൂ. അപ്പോൾ ഡിസപ്പോയിൻറ്റഡ് ആവും. കാലങ്ങളായിട്ടുള്ള പ്ലാനിങ് ആണ്, എല്ലാം അറിയാം അതിനെപ്പറ്റി. പക്ഷെ റിയാലിറ്റിയിലേക്ക് വരുമ്പോഴത്തേക്കും അതിന് മേ ബി കൂടെ ആളുകൾ വേണ്ടി വരുമായിരിക്കും, ഫൈനാൻസ് എവിടെന്നെങ്കിലും മാനേജ് ചെയ്ത് കൊണ്ടുവരേണ്ടി വരുമായിരിക്കും, ആ റിസ്ക് എടുക്കാനുള്ള കപ്പാസിറ്റി വേണ്ടി വരുമായിരിക്കും. ഇതൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ വാഴ സെക്കൻഡ് പാർട്ടിൽ അവർ കാണിക്കുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. ഇവിടെ ഒന്നും ഓപ്പർച്യൂണിറ്റീസ് ഇല്ല, അല്ലെങ്കിൽ ഇവിടുത്തെ സ്ട്രെസ്സ് സഹിക്കാൻ പറ്റാതെ പുറം നാട്ടിൽ ഇപ്പോൾ UK ചെന്ന് പോയിട്ട് അവിടെ ഇവിടത്തേക്കാളും ഇരട്ടി സ്ട്രെസ് എടുത്താണ് അവിടെ ജോലി ചെയ്യുന്നത്. മെഡിസിൻ പോലും നമുക്ക് കിട്ടത്തില്ല. നമ്മളിപ്പം അവിടെയൊക്കെ ചെന്ന് ജീവിക്കുമ്പം നമുക്കറിയാൻ പറ്റും, ഇവിടെ പകുതി സ്ട്രെസ് ഉണ്ടെങ്കിൽ എടുത്താൽ നമുക്കിവിടെ അതിനേക്കാളും നമുക്ക് ഫ്ലറിഷ് ചെയ്യാൻ പറ്റും. പക്ഷേ ആ സ്ട്രെസ് എടുക്കാനുള്ള പേടി കൊണ്ടിട്ടാണോ ആർദ്ര ഇവരെല്ലാവരും ഇവിടം വിട്ട് പുറം നാട്ടിലേക്ക് പോകുന്നത്? പലപ്പോഴും എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള കാര്യം കേട്ടോ, നമ്മുടെ നാട്ടിൽ നമ്മളുടെ വീട്ടിലുള്ളവരും അടുത്ത വീട്ടിലുള്ളവരും കുടുംബക്കാരും എല്ലാവരും ഇരുന്ന് നമ്മളിങ്ങനെ കമ്പയർ ചെയ്യുന്നേയും ഒന്നും ആയില്ല എന്നുള്ള ക്വസ്റ്റ്യൻസ്, ഇതാണ് അവർക്ക് എസ്കേപ്പ് ചെയ്യാൻ തോന്നുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് തോന്നും. മനസ്സിലാവുണ്ടോ? എല്ലാവരും എന്ത് ചെയ്യുന്നു, ഞാനൊന്നും ചെയ്യുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതിൻ്റെ റിസൾട്ട്സ് ചിലപ്പോൾ 5 വർഷം കഴിഞ്ഞിട്ടാവും വിചാരിച്ച രൂപത്തിലാവുക. പക്ഷെ അതുവരെ എത്തിക്കിട്ടുക എന്ന് പറയുന്നത് ഒരു ടാസ്ക് തന്നെയാണ്. പക്ഷെ എത്തിക്കഴിഞ്ഞാൽ ഇതുവരെ ബാക്കി ഓക്കെ എന്ന് വിചാരിച്ച ആളുകളെക്കാൾ എനിക്ക് സക്സസ്ഫുൾ ആവാനുള്ള പോസിബിലിറ്റി ഉണ്ടെങ്കിൽ ഈ 5 വർഷം ഈ ചോദ്യങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും, അതിൽ നല്ല നാട് വിടുന്നതാണെന്നുള്ള തോന്നൽ ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ വളരെ കറക്റ്റാണ്. അവിടെ പോയിട്ട് മെഡിക്കൽ സപ്പോർട്ടിന് മെഡിസിൻസ് എടുക്കാൻ പോലും നമ്മൾ ഒരു ബ്ലഡ് ടെസ്റ്റ് ഒന്ന് ചെയ്തിട്ട് വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോലും മാസങ്ങൾ കഴിഞ്ഞിട്ടേ ബ്ലഡ് റിപ്പോർട്ട് കിട്ടുന്നുള്ളൂ. നമ്മളും കൺഫ്യൂസ്ഡ്. വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കാരണമാണോ, B12 ഡെഫിഷ്യൻസി ഉണ്ടോ, ഈ സിംറ്റംസിൻ്റെ റീസൺസ് എന്താണെന്നൊക്കെ നമുക്കും ക്ലാരിറ്റി വരണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിട്ടൊരു മെഡിസിൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അവിടെ എത്തിക്കാനുള്ള പാട്, അവിടെ ഒരു ആളെ കണ്ടു കഴിഞ്ഞാൽ അവിടുത്തെ മെഡിസിൻസ് എടുക്കാനുള്ള ഒരു പാട്. ചില കേസസിൽ നമ്മൾ ഡയറക്റ്റ് കൺസൾട്ടേഷനാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് അങ്ങോട്ട് പറഞ്ഞ് വിട്ടാലും അത് കിട്ടാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഓൺലൈനിൽ വരുന്നത്. അവിടെ അപ്പോയിൻമെൻറ്റ് കിട്ടില്ല. അതാണ്, അപ്പോയിൻമെൻറ്റ് കിട്ടില്ല. അതിന് പല പല സ്റ്റേജസ് ഉണ്ട്. പക്ഷെ നമുക്ക് ഓൺലൈനിൽ ചെയ്യാൻ പറ്റാത്ത ചില ടൈപ്പ് ഓഫ് കേസസും കാര്യങ്ങളും ഒക്കെ വരുമല്ലോ. ഇൻപേഷ്യൻ്റ് കെയർ ഒക്കെ വേണ്ട കേസസ് ഒക്കെ വരുമ്പോഴും അവർക്ക് ആ ഓപ്ഷൻ ഇല്ല എന്ന് പറയുന്നത് നമ്മൾക്ക് തന്നെ കേൾക്കുമ്പോൾ പേടിയാവുന്ന കാര്യം. അവർക്ക് തിരിച്ചു വരാനും നാട്ടിലേക്ക് വരാനും പേടിയാണ്. ഈ സ്ട്രെസ്സാണ് കാര്യം. നേരത്തെ ആർദ്ര പറഞ്ഞ പോലെ വീട്ടുകാരെന്ത് ചോദിക്കും, അപ്പുറത്തവർ ചോദിക്കില്ല നിൻ്റെ പണി പോയോ, നീ UK നീ US ഈ ചോദ്യം ഫേസ് ചെയ്യാൻ അവർക്ക് അപ്പോഴും പേടിയാണ്. ഈ അവിടെ പോയിട്ട് ഒരുപാട് ആളുകൾ കേട്ടോ, നമ്മൾ കാണുന്ന മെജോറിറ്റി ക്ലയൻസും അബ്രോഡ് നിന്നുള്ള ആളുകളാണ്. അപ്പം അവിടെ ചെന്ന് കഷ്ടപ്പെട്ട് ഈ ലോണും അടച്ച് വീട്ടിലേക്ക് വേണ്ട കാര്യങ്ങളും ഒക്കെ ചെയ്ത് നാട്ടിൽ നിന്ന് ഇങ്ങനെ ഒരുപാട് ഡിമാൻഡ്സാണ്. അത് ചെയ്തതാ, ഇത് ചെയ്തതാ, അതുണ്ടാക്കി കൊടുക്കും, ഇവരുടെ അത് ചെയ്ത് കൊടുക്കും, കുടുംബക്കാർക്ക് വേണ്ടിയുള്ള ചെയ്ത് കൊടുക്കുക, പെങ്ങളെ കെട്ടിച്ച് കൊടുക്കുക എന്നൊക്കെ പറയുന്നത് ഞാൻ പറയുമ്പോൾ വിചാരിക്കരുത് ഒരു പയ്യൻ്റെ അടുത്താണ് പറയണത്. മൂത്ത സിസ്റ്റർ പോയിട്ട് ബാക്കിയുള്ളവരെ നോക്കുക എന്നുള്ള രൂപത്തിലാവും, അല്ലെങ്കിൽ അനിയത്തിമാർ പോയിട്ട് ചേച്ചിക്ക് വീട് വെച്ച് കൊടുക്കുക എന്നുള്ളതാവും. എന്തൊക്കെ സിനാരിയോസാണ് നടക്കുന്നതെന്ന് കേൾക്കുമ്പം ഒരാളെ എല്ലാം കൂടി നമ്മളങ്ങോട്ട് ചെയ്യാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തതുപോലെ അയാൾക്ക് ഫുള്ള് ബേർഡനായിട്ട് അയാളെപ്പറ്റി ജീവിക്കാൻ മറന്ന പോലെ ജീവിക്കേണ്ട സാഹചര്യങ്ങൾ, തിരിച്ചു വരിക എന്നുള്ളൊരു സ്കോപ്പില്ല, അതിനുള്ള സേവിങ്സ് ഒന്നുമില്ല. കാരണം എല്ലാം ഇതുപോലെ അടച്ചും ഉണ്ടാക്കിയും കൊടുത്തും തീർന്നിട്ടുണ്ടാവും. പിന്നെ ഇവിടെ വന്നിട്ട് ഒന്നേന്ന് തുടങ്ങാൻ വീണ്ടും ഒരു റീസ്റ്റാർട്ടാണ്. അതിൻ്റെ സ്ട്രെസ് എടുക്കാൻ സമയം പോയി, മണി ഇഷ്യൂസ്, അതിനിവിടെ ട്രസ്റ്റ് ചെയ്ത് കൂടെ നിൽക്കാൻ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. അങ്ങനത്തെ ഒരുപാട് ഫിയേഴ്സ് വരുമ്പോൾ അവിടെ എന്തെങ്കിലും ഒരു ജോലി സെറ്റായാൽ എന്തായാലും ഇവിടുത്തെ പേനേക്കാളിലും പേ കിട്ടുമല്ലോ. സാലറി ഇല്ലാത്ത പീരീഡ്സിലൊക്കെ നിൽക്കുന്ന ക്ലയൻസിനെ കാണുമ്പം ഏതെങ്കിലും ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും നാട്ടിലത്തേനെക്കാട്ടിലും ഭേദമാണ്. അതുകൊണ്ട് അതിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വിസ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ നോക്കി അങ്ങനെയൊക്കെ നിൽക്കുന്ന ആളുകളാണ്. കാണുമ്പോൾ കഷ്ടം തോന്നും. ഇവിടെ കുട്ടികൾക്ക് ഒരു +2 ഒക്കെ ആവുന്ന സമയത്ത് തന്നെ
അത്യാവശ്യം അവർക്കുള്ളൊരു ഡയറക്ഷനും കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു ഓപ്ഷൻസും ഒക്കെ കൊടുത്ത് നമുക്ക് അവരിലൊരു ട്രസ്റ്റും കോൺഫിഡൻസും ഒക്കെ ബിൽഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഫ്ലറിഷ് ചെയ്യാനുള്ളൊരു എൻവയോൺമെൻറ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെയല്ലേ ഏറ്റവും നല്ലത്. ഞാൻ 100% യോജിക്കുന്ന ആളാണ്. ബിക്കോസ് ഞങ്ങൾ കഴിഞ്ഞ 2 മാസം വി ഹാവ് ബീൻ ഇൻ UK. ഞാനും ഹസ്ബൻഡ് UK-യിലായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അറിയാത്ത കാര്യമുണ്ട്, ഈ മലയാളികളെന്നല്ല ഒട്ടുമിക്ക ആൾക്കാരും ഈ ടെസ്കോ പോലുള്ള വലിയ സൂപ്പർ മാർക്കറ്റ് ചെയിൻസിലൊക്കെ പോയിട്ട് $1 $1 ഒക്കെ പിസ്സയും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടാണ് അവിടെ പലവരും തള്ളി നീക്കുന്നത്. അതിൽ നിന്നും ബാക്കി പിടിച്ചിട്ടാണ് ഇവർ ഇവിടെ വെച്ച് ബാക്കി ലോൺ അടയ്ക്കുന്നത്. നമുക്ക് എനിക്ക് സങ്കടം തോന്നിപ്പോയി. കാരണം അവിടെ ഇരിക്കുന്നവർ വിളിച്ചിട്ട് പറയും, നീയൊക്കെ രക്ഷപ്പെട്ടു ഇവിടെ ഇരുന്നിട്ട്, ഞങ്ങളൊക്കെ അവിടെ കിടന്നു പോകും. കഴിക്കാൻ മറന്ന് ടയർഡായി ഡബിൾ ഷിഫ്റ്റ്, പല രീതിയിലുള്ള ഷിഫ്റ്റ് എടുക്കുന്നു. ഈ കെയർ ഹോംസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ, ഡിഫിക്കൽട്ടായിട്ടുള്ള ആളുകളെ, അതായത് അങ്ങനത്തെ ടൈപ്പ് ക്ലയൻസും ഉണ്ടാവാം അവിടെയും. അവരൊന്നും ഫിസിക്കലി എടുക്കാനുള്ള കപ്പാസിറ്റിയോ ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഒന്നും ഉണ്ടാവില്ല. അഗ്രസീവായിട്ടുള്ള ആളുകൾ ഉണ്ടാവാറുണ്ട്. ഡ്രഗ് റിലേറ്റഡ് ആയിട്ട് വിഡ്രോവൽ സ്റ്റേറ്റിൽ നിൽക്കുന്ന ആളുകൾ ടേക്ക് കെയർ ചെയ്യേണ്ട സാഹചര്യങ്ങളിൽ ഉണ്ടാവുന്നവരുണ്ട്. ചിലതൊക്കെ ലൈഫ് തന്നെ റിസ്ക് ചെയ്തിട്ടാണ് അവിടെ നിൽക്കുന്നതെന്ന് തോന്നും. എന്നാലും നാട്ടിലേക്ക് വരണ്ട, വീട്ടിലേക്ക് പോകണ്ട എന്നൊക്കെ പറയുമ്പം അവർക്ക് കിട്ടിയ ട്രോമയാണ് അവരെ കൊണ്ട് സംസാരിപ്പിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സത്യമാണ്. യു ക്യാൻ മേക്ക് ഇറ്റ് ഇവിടെ നമുക്ക് രാജാവായിട്ട് ജീവിക്കാം. അത്രയും പറയുമ്പം ആർദ്ര വരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആർദ്രയുടെ വളരെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ക്ലയൻസ് ജസ്റ്റ് ഒരു വേർഡിൽ അല്ലെങ്കിൽ ഒരു മാക്സിമം റാപ്പിഡായിട്ട് നമുക്ക് ആൻസേഴ്സ് തരാനായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ആർദ്ര എന്ന് പറയുന്ന ഇന്നത്തെ വളരെ സെൻസേഷണൽ ആയിട്ടുള്ള ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ ഭാഗത്ത് നിന്നാണ്. ഞാനൊരു എഡിറ്ററാണ്. ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. ഓക്കെ, ഐ ഡു ഹാവ് എ ഗേൾ ഫ്രണ്ട്. ഞാൻ വളരെ കൃത്യമായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ഞാൻ കൊച്ചിയിൽ ചെന്ന് വർക്ക് ചെയ്യാനായിട്ട് എൻ്റെ ഗേൾ ഫ്രണ്ട് അനുവദിക്കുന്നില്ല. സോ ഞാൻ എന്ത് ചെയ്യണം? ആളെ വേണ്ടാന്ന് വെക്കണോ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ആളെ വേണ്ട വെക്കണോ, ജോലി വേണ്ട വെക്കണോ, ഗേൾ ഫ്രണ്ട് ഓർ ജോലി? ഗേൾ ഫ്രണ്ടിന് എന്തോ ഇൻസെക്യൂർ ആയിട്ടുള്ള ഫീലുണ്ട്, പാർട്ട്ണർ സേഫായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഇൻസെക്യൂർ തോട്ട്സ് എന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്ത്, മേ ബി നമ്മുടെ ആക്റ്റുകളുണ്ടോ, ഇപ്പോൾ ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഫോണിൽ കിട്ടുകയില്ല, വിളിച്ചാൽ കിട്ടുന്നില്ല, അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലും പാറ്റേൺസോ കാരണമാണോ അപ്പുറത്തുള്ള ആൾ ഇൻസെക്യൂർ ആവുന്നത്, ഇവിടെ വിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ സ്വഭാവം വേറെയാണ് എന്ന് ഫീൽ ചെയ്യുന്നുണ്ടോ, അതൊന്ന് ചെക്ക് ചെയ്ത് ആ ഇൻസെക്യൂരിറ്റി മാറ്റി കഴിഞ്ഞാൽ ഗേൾ ഫ്രണ്ടിൻ്റെ മാറ്റേണ്ട കാര്യമില്ല. ജോലിയും ഗേൾ ഫ്രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ നോക്കണം എന്നാണ്. പറ്റും. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം ഇതാണ്. ഏറ്റവും കൂടുതൽ ഇൻ്റർനെറ്റിൽ നിന്നും ആൾക്കാർ മിസ്കൺസെപ്ഷനിലൂടെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഹെൽത്തി ഹാബിറ്റ്, അതായത് തെറ്റാണ് പക്ഷേ എല്ലാവരും ഫോളോ ചെയ്യുന്നതുകൊണ്ട് ഞാനും ഇത് ഫോളോ ചെയ്യുന്നു, പക്ഷേ ദാറ്റ്സ് എ റോങ് തിങ് എന്ന് തോന്നിയിട്ടുള്ളൊരു കാര്യം. ഹെൽത്തി ഹാബിറ്റ് എന്ന് ഞാൻ പറയില്ല, പക്ഷേ ഏതെങ്കിലും ഒരു സമയത്ത് കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാലും ഇത്ര മണിക്കൂർ അങ്ങ് കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ശരിയാവും എന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. നമ്മുടെ സ്ലീപ്പ് വേക്ക് സൈക്കിൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് സ്ലീപ്പ് അത്രയ്ക്ക് നമ്മൾ ഫോക്കസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ പോലും അറിയാതെ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മൾ ഇറിറ്റേറ്റഡ് ആവാനും നമ്മൾ അജിറ്റേറ്റഡ് ആവാനും നമ്മൾ എടുക്കുന്ന ഡിസിഷൻസിൽ വ്യത്യാസം വരാനും ഡിസിഷൻ ഫാറ്റീഗ് വരാനും ഒരുപാട് നമ്മളുടെ മൂഡിനെ ഡിസ്റ്റർബ് ചെയ്യാനും ഒക്കെ സാധ്യതയുള്ളൊരു കാര്യമാണ് സ്ലീപ്പ്. അപ്പോൾ അതുപോലെ തന്നെ സ്ലീപ്പിൻ്റെ ക്വാളിറ്റി ആൻഡ് ഉറങ്ങാൻ പോകുന്നതിൻ്റെ മുന്നേ ഉള്ള സ്ക്രീൻ ടൈം, ഇതൊക്കെയാണ് എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ച് ഹെൽത്തിനും മെൻ്റൽ ഹെൽത്തിനും കൂടി കോമൺ ആയിട്ട് നമുക്ക് ഒരു ചെറിയ കാര്യം ലൈഫിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് സ്ലീപ്പ്, സ്ക്രീൻ ടൈം, ഉറങ്ങുന്നതിൻ്റെ മുന്നേ ഗുഡ് ക്വാളിറ്റി സ്ലീപ്പ്, സൂര്യനനുസരിച്ച് ഉറങ്ങുക. സൂപ്പർബ്. എന്തുകൊണ്ടാണ് ഒരു ആൾ റിപ്പീറ്റഡ്ലി അൺഹെൽത്തി പാർട്ട്നേഴ്സിനെ ചൂസ് ചെയ്തുകൊണ്ടിരിക്കുക? സോ വൈ ഡു സം പീപ്പിൾ റിപ്പീറ്റഡ്ലി ചൂസ് അൺഹെൽത്തി പാർട്ട്നേഴ്സ്? അത് അവർക്കുണ്ടായിട്ടുള്ള ചൈൽഡ്ഹുഡ് പാറ്റേൺസോ അല്ലെങ്കിൽ ഏർലി ലൈഫ് പാറ്റേൺസോ കാരണം, മുന്നേ ഉണ്ടായിട്ടുള്ള റിലേഷൻഷിപ്സോ കാരണം ഉണ്ടാക്കിയെടുക്കുന്ന മെലഡാപ്റ്റീവ് ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് പാറ്റേൺസ് കാരണമാണ് ഈ തരത്തിൽ ട്രോമ ബോണ്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആളുകൾ സെയിം ടൈപ്പ് ആളുകളെ അല്ലെങ്കിൽ ടോക്സിക് റിലേഷനിൽ തന്നെ സസ്റ്റെയിൻ ചെയ്ത് പോകുന്നത് അറ്റാച്ച്മെൻറ്റ് പ്രോബ്ലംസ് ആണ്. ഡസ് മണി ബൈ ഹാപ്പിനെസ് വെൻ ഇറ്റ് കംസ് ടു മെൻ്റൽ ഹെൽത്ത്? എനിക്കൊന്ന് അതിനുള്ളൊരു ഉത്തരം നേരത്തെ വന്നു. ഫിലോസഫിക്കലി നമ്മൾ ലൈഫിനെ അങ്ങനെ കാണരുത് എന്നൊക്കെ പറയാൻ അതിന് മാത്രമുള്ള ഒന്നെങ്കിൽ നമ്മൾ ഇൻ്റലക്ച്വലി മാത്രമല്ല മേ ബി സ്പിരിച്വലിയും മറ്റ് പല രീതിയിലും ലൈഫിനെ കാണുന്ന രീതി മൊത്തത്തിൽ അങ്ങോട്ട് മാറി നമ്മൾ എൻലൈറ്റൻഡ് ഒക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ മണിയൊന്നും വേണ്ട, ശ്വാസം എടുത്താൽ മതി എന്ന് നമുക്ക് പറയാം. മനസ്സിലായി. പക്ഷേ ഇന്നങ്ങനെയല്ല.
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോളുണ്ട് എല്ലാ കാര്യത്തിലും, ഹെൽത്തിലും മെൻ്റൽ ഹെൽത്തിലും എല്ലാ കാര്യത്തിലുണ്ട്. സോ മണിയാണ് എന്നെ ഡിഫൈൻ ചെയ്യുന്നത് എന്ന് ആയി പോകാനും പാടില്ല. അത്രേ പറയാനുള്ളൂ. അതായത് മണി എന്നെ ഡിഫൈൻ ചെയ്യുന്ന ഒരു സാധനമാവരുത്, പക്ഷെ മണി ഈസ് ഇമ്പോർട്ടൻറ്റ്. മണി ഈസ് ഇമ്പോർട്ടൻറ്റ്. സോ ഇത്രയും പറയുമ്പോൾ വാട്ട് ആർ ദ ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്സ് പീപ്പിൾ മേക്ക് ഇൻ എ റിലേഷൻഷിപ്പ്? ഒരെണ്ണം പറഞ്ഞാലും മതി, ഏറ്റവും വലിയൊരു തെറ്റ് ബന്ധങ്ങളിൽ, സ്പെഷ്യലി ഒരു ഭാര്യയും ഭർത്താവും എടുത്താലും മതി. ഒരു ഭാര്യയും ഭർത്താവ് എന്ന റിലേഷൻഷിപ്പിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് എന്താണ്? നമ്മൾ മൈൻഡ് റീഡ് ചെയ്യാനുള്ള ടെൻഡൻസി, അതുകൊണ്ടായിരിക്കും ചെയ്യുന്നത്, ഇതുകൊണ്ടായിരിക്കും ചെയ്യുന്നത്, അതൊന്നും മനസ്സിലാക്കി ചെയ്തുകൂടെ, മനസ്സിലാവുണ്ട്. ഈ 2 ടൈപ്പ് ഓഫ് സാധനങ്ങളുള്ളിടത്തോളം കുറേ മിസ്അണ്ടർസ്റ്റാൻഡിങ്, കുറേ മിസ്കമ്മ്യൂണിക്കേഷൻസും, പ്രോപ്പർ കമ്മ്യൂണിക്കേഷനേ നടക്കുന്നില്ല. ചെറിയ കാര്യമുള്ളൂ. ഒരാൾക്കും ഒരാളുടെ മൈൻഡ് റീഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൊടുത്തിട്ടില്ല, എക്സെപ്റ്റ് നമ്മൾ ടി വിയിൽ കാണുന്ന മാജിക്കും പരിപാടിയും പഠിച്ചു വന്ന് ചെയ്യുന്ന ആളുകളല്ലാതെ. സോ നമ്മളുടെ പാർട്ട്ണർ അത് ചെയ്യുമെന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാൻ പാടില്ല. നമുക്കും അത് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ വിചാരിക്കരുത്. ചോദിക്കാനുള്ള സ്പേസ് കൊടുക്കുക, മിസ്കമ്മ്യൂണിക്കേഷൻസ് ഒഴിവാക്കുക, മൈൻഡ് റീഡ് ചെയ്യുന്ന ടെൻഡൻസി ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. അപ്പോൾ തന്നെ കോൺഫ്ലിക്റ്റുകളും കാര്യങ്ങളും കുറച്ചുകൂടെ കുറയാനും അണ്ടർസ്റ്റാൻഡിങ് ബിൽഡാവാനും ഹെൽപ്പ് ചെയ്യും. എനിക്ക് തോന്നുന്നു ഇതൊരു വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. സൈക്കോളജിസ്റ്റ് ആൻഡ് സൈക്കാട്രിസ്റ്റ് ഇത് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? കാരണം ഇതിൽ പലരും ചോദിക്കുന്നൊരു ചോദ്യമായിരുന്നു, തെറ്റായിട്ട് നമ്മൾ ഡയഗ്നോസിസ് ചെയ്താൽ ഏറ്റവും പ്രശ്നത്തിലേക്ക് എത്താവുന്ന ഒന്നാണ് നമ്മുടെ മെൻ്റൽ ഹെൽത്ത്. അപ്പം ഇതെങ്ങനെയാണ് ആർദ്ര അതിനെ കമൻറ്റ് ചെയ്യുക? എന്താ അറിയോ, സൈക്കാട്രിസ്റ്റ് എന്ന് പറയുമ്പോൾ MBBS കഴിഞ്ഞിട്ട് MD സൈക്കാട്രി ചെയ്ത ആളുകളാണ് സൈക്കാട്രിസ്റ്റുകൾ. അതുപോലെ സൈക്കോളജിസ്റ്റുകളുണ്ട്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളുണ്ട്. എല്ലാവരും ഹാൻഡിൽ ചെയ്യുന്ന ടൈപ്പ് ഓഫ് കേസസും കാര്യങ്ങളിലൊക്കെ ചെറിയ 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 വ്യത്യാസങ്ങളുണ്ട്. ഇപ്പം നമ്മുടെ ലീഗൽ റൂൾസ് അനുസരിച്ച് മെൻ്റൽ ഹെൽത്തിൻ്റെയൊക്കെ റൂൾ അനുസരിച്ചാണെങ്കിൽ ഒരാളെ ഡയഗ്നോസിസ് നടത്തി ഇന്നൊരു അസുഖമുള്ള ആളാണെന്ന് ഡയഗ്നോസിസ് നടത്താൻ റൈറ്റ്സ് ഉള്ളത് സൈക്കാട്രിസ്റ്റിനും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനും മാത്രമാണ്. ഓക്കെ. അപ്പോൾ ഡയഗ്നോസിസിൻ്റെ തൊട്ട് മുന്നേ വരെയുള്ള സ്റ്റേജിലുള്ള ആളുകളുണ്ടാവുമല്ലോ, ഒരു അസുഖമായി മാറിയിട്ടില്ല എന്നാൽ ഓക്കെ അല്ലാത്ത സ്റ്റേജിലൂടെ പോകുന്നത്. അപ്പം അങ്ങനെയുള്ള കണ്ടീഷൻസിലുള്ള ആളുകളെയൊക്കെ സൈക്കോളജിസ്റ്റുകൾക്ക് കാണാനുള്ള റൈറ്റ്സ് ഉണ്ട്. അപ്പം ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളും സൈക്കാട്രിസ്റ്റുകളും കുറച്ചധികം സിവിയർ ഡിസോർഡേഴ്സിൻ്റെ ലെവലിൽ വരെയുള്ള കേസസും അങ്ങനെയുള്ളതും കാണുന്ന ആളുകളാകുമ്പം സൈക്കാട്രിസ്റ്റുകൾ മെഡിസിൻസാണ് കൊടുക്കുക. അവർ മോസ്റ്റ്ലി തെറപ്പീസ് എടുക്കാറില്ല. വളരെ റെയറായിട്ട് ചില സൈക്കാട്രിസ്റ്റുകൾ എടുക്കാറുണ്ടെന്നല്ലാതെ അവർ പൊതുവേ തെറപ്പീസ് പ്രൊവൈഡ് ചെയ്യാറില്ല. ഇനി സൈക്കോളജിസ്റ്റുകളും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളും നോക്കുമ്പം നമ്മൾ കാണേണ്ടത്, ഇത് പറയുമ്പോൾ കൺഫ്യൂസ്ഡായി പോകുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾ കുറച്ചുകൂടി ഡീപ്പറായിട്ടുള്ള ട്രോമാസ്, അതിൻ്റെ കുറച്ചുകൂടി ഡീപ്പർ വർക്ക്സ് ചെയ്യുന്ന ആളുകളാണ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്. റൂട്ട് തൊട്ടിട്ട് യു വർക്ക് ഓൺ. അതെ. ആൻഡ് സൈക്കോളജിസ്റ്റുകൾ എന്ന് പറയുമ്പോഴത്തേക്കും ചിലർ സ്കിൽഡായിട്ട് ട്രെയിൻ ചെയ്യിച്ച് വന്ന് ചിലപ്പോൾ മേ ബി അവരിങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാനുള്ള കപ്പാസിറ്റി ബിൽഡ് ചെയ്യുന്നുണ്ടാവാം. പക്ഷേ അവർ മോസ്റ്റ്ലി സൈക്കോളജിസ്റ്റുകൾ അത്രയും റൂട്ടിലേക്കുള്ള വർക്ക്സുകൾ പോവാറില്ല. സൂപ്പർഫിഷ്യലായിട്ടുള്ള കാര്യങ്ങളിലാണ്, പ്രോബ്ലം സോൾവിങ് ഏരിയാസിലാണ് അല്ലെങ്കിൽ കൗൺസിലിംഗ് ഏരിയാസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഇതാണ് മേജർ ഡിഫറൻസസ്. ഈ ഡയഗ്നോസിസിൽ വരുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരാളെ മനസ്സിലാക്കി എടുക്കണമെങ്കിൽ ചിലപ്പോൾ ഒരൊറ്റ സെഷനിലോ 2 സെഷനിലോ ഒന്നും ആവില്ല. ചിലപ്പോൾ നമ്മളെടുത്ത് അയാൾ സേഫ് ആവുന്നത് മേ ബി ഫ്യൂ സെഷൻസ് കഴിഞ്ഞിട്ടാവാം. അപ്പോഴായിരിക്കും ചിലപ്പോൾ ചില കാര്യങ്ങൾ കുറച്ചുകൂടെ റിവീൽ ആവുന്നതും പലതും വരുന്നത്. അപ്പം ആദ്യമേ നമ്മളൊരു ഡയഗ്നോസിസിലേക്ക് ജമ്പ് ചെയ്ത് ഇയാളെ ഒരു ടേം ഇട്ടിട്ട് ഡിഫൈൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അയാൾക്ക് കൊടുക്കുന്ന മെഡിസിൻസും അങ്ങനത്തെ ആയിപ്പോവാം, അയാൾക്ക് വേണ്ടിയിട്ട് ഓപ്റ്റ് ചെയ്യുന്ന തെറപ്പീസും അങ്ങനെ ആയിപ്പോവാം. അല്ലെങ്കിൽ നമുക്കൊരു തെറപ്പി മാത്രമേ അറിയുള്ളൂ എന്നുണ്ടെങ്കിൽ ഇതിലൂടെ മാത്രമേ അയാളെ ട്രീറ്റ് ചെയ്യാൻ നമുക്ക് അറിയുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ ട്രീറ്റ്മെൻറ്റ് ഏരിയാസിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അപ്പം നമ്മുടെയൊക്കെ ഫേമിൽ നമ്മൾ ചെയ്യുക, ചില തെറപ്പിസ്റ്റുകൾ ചില ടൈപ്പ് ഓഫ് കേസസ് അല്ലെങ്കിൽ ചില ടൈപ്പ് ഓഫ് ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സിൽ കുറച്ചുകൂടി എക്സ്പേർട്സ് ആവും. അപ്പോൾ ക്ലയൻറ്റ്സ് വരുന്ന സമയത്ത് നമ്മൾ ഇയാളായിരിക്കും നിങ്ങളുടെ പ്രശ്നം ഹാൻഡിൽ ചെയ്യാൻ ബെറ്റർ എന്നുള്ള രൂപത്തിൽ നമ്മൾ ഡയറക്റ്റ് ചെയ്ത് കൊടുക്കും. അതിൻ്റെ മറിച്ച് നമ്മൾ ഒരാളെടുത്ത് പോകുമ്പോൾ അയാൾക്ക് അറിയാവുന്ന തെറപ്പി മെത്തേഡിൽ മാത്രമായിരിക്കും അയാൾ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നുണ്ടാവുക. എല്ലാ മെത്തേഡും എല്ലാവർക്കും വർക്ക് ആവണമെന്ന് നിർബന്ധമില്ല. ഓക്കെ. ആൻഡ് ക്ലയൻസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുക എന്നൊക്കെ പറയുന്നത് എത്തിക്കലി നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. നമുക്കറിയാമെങ്കിൽ മാത്രമേ നമ്മൾ ആ രീതിയിൽ അയാളെ ട്രീറ്റ് ചെയ്യാവുള്ളൂ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. നമ്മൾ ക്ലയൻസിനെ ഹാൻഡിൽ ചെയ്യുമ്പോൾ
നോക്കേണ്ടി വരും. അല്ലാതെ നമ്മൾ ഒരു ഡിപ്രഷൻ എന്നുള്ളൊരൊറ്റ അസുഖം എടുക്കുക, 4 ആൾക്ക് ഡിപ്രഷൻ ഉണ്ടെങ്കിൽ ഡയഗ്നോസിസ് ഡിപ്രഷനാണ്. പക്ഷെ ആ 4 ആളും ഡിപ്രഷൻ ഡെവലപ്പ് ചെയ്തത് എന്തുകൊണ്ട് എന്നുള്ള റീസൺസും ഡിഫറെൻ്റാണ്. അപ്പോൾ ആ 4 ആൾക്കും കൊടുക്കുന്ന തെറപ്പി മെത്തേഡ്സ് ഡിഫറെൻ്റ് ആവും. അത് ഡിഫറെൻ്റ് ആയിട്ട് തന്നെ കൊടുക്കാനുള്ള അറിവ് കൊടുക്കുന്ന ആൾക്ക് ഉണ്ടാവണം. ഇത്രയും പറയുമ്പം ഡിപ്രഷൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് കേരളം കുറയുന്നുണ്ടോ, ഓർ ലൈക്ക് അത് അതിൻ്റെ ഒരു കൗണ്ട് കൂടുകയാണോ എന്നൊരു ചോദ്യം കൂടി ചോദിച്ചുകൊണ്ട് നമ്മൾ അതിൻ്റെ ഒരു ഫൈനൽ പാർട്ടിലേക്ക് എത്തുകയാണ്. ആങ്സൈറ്റി, ഡിപ്രഷൻ കേരളത്തിൽ കൂടുകയാണോ കുറയുകയാണോ? അത് എനിക്ക് തോന്നുന്നു ഇതിന് കൂടുക കുറയുക എന്നുള്ളതിനേക്കാൾ ഉപരി കൂടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഫീൽ ചെയ്യുന്നത്. ആൻഡ് ഇതിനെപ്പറ്റി നമ്മളെല്ലാവരും സംസാരിക്കുന്നതും കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ആളുകൾ കുറച്ചുകൂടെ അതിനെപ്പറ്റി എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് എടുക്കുന്നുണ്ട്. അത് ഹെൽപ്പ് എടുക്കുന്ന ഒരു പ്രശ്നമുള്ള കാര്യമല്ല എന്നുള്ളൊരു ഇതിലേക്ക് വന്നുകൊണ്ട് നമ്മൾ കാണുന്നത് കുറച്ച് കൂടിയിട്ടുണ്ട്. മനസ്സിലായി? പണ്ടാണെങ്കിൽ സപ്രസ് ചെയ്ത് വെക്കുക, ആരടുത്തും പറയാതിരിക്കുക, അതൊരു ഷെയിമായിട്ട് ഫീൽ ചെയ്തിരുന്നെങ്കിൽ ഇന്നത് സാധാരണ ഒരു ഹെൽത്ത് അസുഖം പോലെ തന്നെയാണ്. മെൻ്റൽ ഹെൽത്ത് ഒരു ഫസ്റ്റ് 3 സൈൻസ് ഓഫ് ഡിപ്രഷൻ എങ്ങനെയാണ്? അത് ഓരോരുത്തർക്കും ഓരോന്നാണെന്നറിയാം, അതിൻ്റെ സയൻസ് വേറെയാണെന്നറിയാം. എന്നാൽ ഒരു കോമൺ ട്രെയ്റ്റ് നോക്കുകയാണെങ്കിൽ ഒരു 3 സൈൻ വല്ലതും പറയാൻ പറഞ്ഞാൽ. ഡിപ്രഷനിൽ നമുക്ക് ഡയഗ്നോസിസിന് കൃത്യമായിട്ട് ഒരേ സിംറ്റംസ് തന്നെയാണ് ഉണ്ടാവുക. ഓക്കെ, എല്ലാവരിലും. ഓക്കെ. പക്ഷേ അതിൻ്റെ എക്സ്പ്രഷനിൽ ചില ചേഞ്ചസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം വിഷമം ഉണ്ടെങ്കിലും വിഷമം കാണിക്കുന്നതിന് പകരം ദേഷ്യം കാണിക്കുന്നുണ്ടാവാം. ഓക്കെ, അല്ലെങ്കിൽ സൈലൻ്റ് ആയി പോകുന്നുണ്ടാവാം. പക്ഷേ ഡിപ്രഷൻ്റെ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ ലോ മൂഡ് എപ്പോഴും ലോ ആയിട്ടിരിക്കുക. ഓക്കെ. ലോസ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ പ്ലഷറബിൾ ആക്ടിവിറ്റീസ് എന്ന് പറയും. ഇഷ്ടപ്പെട്ട മുന്നേ ഇഷ്ടമുണ്ടായിരുന്ന കാര്യങ്ങളൊന്നും ചെയ്യാനിപ്പോൾ തോന്നുന്നില്ല എന്നുള്ളതാണ് അവസ്ഥ. പണ്ട് എൻജോയ് ചെയ്തിരുന്നു, ചെയ്യണം എന്നൊക്കെ തോന്നിയിരുന്നുണ്ടെങ്കിൽ ഇപ്പം അതൊന്നും ചെയ്യാനേ തോന്നുന്നില്ല. ആരെങ്കിലും വിളിച്ചാൽ പോലും അതിന് പോകാൻ തോന്നുന്നില്ല. ആൻഡ് ടയേർഡായിട്ട് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുക, എപ്പോഴും കിടന്നാൽ മതി എന്നുള്ള രൂപത്തിൽ ഫീൽ ചെയ്യും. സോഷ്യലി ഐസൊലേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസീസ് കൂടുതലായിരിക്കും. സംസാരമൊക്കെ കുറഞ്ഞു വരാം. ചിലപ്പോൾ ക്രൈയിങ് സ്പെൽസ്, നമുക്ക് വെറുതെ ഇരിക്കുകയാണെങ്കിലും കാരണം ഇല്ലാതെ തന്നെ കരച്ചിൽ വരാം. പിന്നെ എപ്പോഴും നമ്മൾ പാസ്റ്റിൽ സ്റ്റക്കായതുപോലെ നമുക്ക് തോന്നാം. എപ്പോഴും നമ്മൾ അങ്ങനെ ചെയ്താൽ മതിയായിരുന്നോ, അങ്ങനെ ചെയ്യണമായിരുന്നോ, ഞാനൊരു ഫെയിലിയറായി പോയോ, എന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ലേ, ഞാൻ എല്ലാവർക്കും ബാധ്യതയാവുകയാണോ, നമ്മൾ ഹോപ്പ്ലെസ്നെസ്, ഫ്യൂച്ചറിലും ഒന്നും ശരിയാക്കാനുള്ള കപ്പാസിറ്റി എനിക്കില്ല തോന്നാം. ഇത് അതിൻ്റെ കോമൺ സിംറ്റംസ് ആണ്. ഹോപ്പ്ലെസ്നെസ്, ഹെൽപ്ലെസ്നെസ്, വർത്ത്ലെസ്നെസ്. ഇനി ഉറക്കം ഡിസ്റ്റർബ്ഡ് ആവാറുണ്ട്. ഒന്നുകിൽ നേരത്തെ എഴുന്നേൽക്കുക, പിന്നെ ഉറങ്ങാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഉറങ്ങി കിട്ടാൻ ബുദ്ധിമുട്ട്, ഇടയ്ക്കിടയ്ക്ക് ഉണരുക, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട്. അല്ലെങ്കിൽ വിശപ്പ്, ഒന്നെങ്കിൽ ഭയങ്കര വിശപ്പ് ഉണ്ടാവാം, ചില ആളുകളിൽ വിശപ്പേ വേണ്ട എന്നുള്ള അവസ്ഥയുണ്ടാവാം. ഇതൊക്കെയാണ് വളരെ കോമൺ ആയിട്ടുള്ള സിംറ്റംസ് ആയിട്ട് വരുന്നത്. ഇനി ഇതാണ് ഡയഗ്നോസിസ് നോക്കുമ്പോൾ നമ്മൾ ക്ലിനിക്കൽ ബുക്കിലുള്ളത്. ഇനി നമ്മളിതിനെ അതിൻ്റെ എക്സ്പ്രഷൻ രീതിയിൽ വെച്ചിട്ട് മാസ്ക്ഡ് ഡിപ്രഷൻ, അജിറ്റേറ്റഡ് ഡിപ്രഷൻ, ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ പല പേരിലും വിളിക്കും. അതെന്താ വെച്ചാൽ എക്സ്പ്രസ് ചെയ്യാതെ ഇയാൾക്ക് ഡിപ്രഷനേ ഉണ്ടെന്നുള്ള ആളുകൾക്കൊന്നും മനസ്സിലാവാത്ത രൂപത്തിൽ അയാൾ മാസ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് മാസ്ക് ഡിപ്രഷൻ എന്ന് പറയും നമ്മൾ. പുള്ളി പുറത്ത് കാണിക്കില്ല. ഇതൊരു ക്ലിനിക്കൽ ഡയഗ്നോസിസ് അല്ല, നമ്മൾ ടേമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു എന്ന് പറയുന്ന പോലെയുള്ളൊരു ടേമാണ്. പുള്ളി പുറത്ത് കാണിക്കില്ല, പക്ഷേ ഇൻസൈഡ് ഹീൽ ഹാവ് ആ ഒരു ട്രോമ നമ്മൾ കാണാറില്ലേ. ഇപ്പോൾ പാർട്ടി ചെയ്യാനോ അതിനൊക്കെ പോയിട്ട് വീട്ടിൽ വന്നിട്ട്, അതായത് സ്വിച്ച് ഇട്ട് ഓഫ് ചെയ്ത പോലെ ആയിരിക്കും ബാക്ക് ടു അവരുടെ സ്പേസിലേക്ക് വരുമ്പോൾ മാറുന്നത്. അങ്ങനെയൊക്കെ ജീവിതത്തിൽ എങ്ങനെയോ മാനേജ് ചെയ്ത് പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. ആൻഡ് അജിറ്റേറ്റഡ് ഡിപ്രഷനും ആണുങ്ങളിൽ കോമൺ ആയിട്ട് കാണുന്ന ടൈപ്പ് ഓഫ് പാറ്റേൺ ആണ്. അവർ ഇറിറ്റേറ്റഡ് ആയിട്ട്, എപ്പോഴും ഇറിറ്റേറ്റഡ് ആയിട്ട്, തൊട്ടാ പൊട്ടും എന്നുള്ള രൂപത്തിൽ എന്ത് കാര്യത്തിനും ഇറിറ്റേറ്റഡ് ആയിട്ടൊക്കെ ഇരിക്കുക എന്നൊക്കെ പറയുന്നത് പലപ്പോഴും ഡിപ്രസീവ് സിംറ്റംസ് ആവാറുണ്ട്. പലപ്പോഴും സെഷൻസിൽ വന്ന് നമ്മൾ സംസാരിച്ച് അവർക്ക് അത്രയും ഒരു ഇമോഷണലി സേഫ് ആയിട്ടുള്ളൊരു സ്പേസ് ആകുമ്പോഴൊക്കെയാണ് അവരുടെ ആക്ച്വൽ ഇമോഷൻസും എക്സ്പ്രഷൻസും വിഷമങ്ങളും ഒക്കെ പുറത്ത് വരാറുള്ളത്. ഇത്രയും പറയുമ്പോൾ ഇത്രയും സമയം നമുക്ക് വേണ്ടി തന്നു ഒരു പീസ് ഓഫ് അഡ്വൈസ് ഫോർ ദ മെൻ്റൽ ഹെൽത്ത്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു പീസ് ഓഫ് അഡ്വൈസ് കൊടുക്കാനാണെങ്കിൽ എന്തായിരിക്കും ആർദ്ര നൽകുക? ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ നോക്കുന്ന കാര്യമാണ് ഞാൻ ഷെയർ ചെയ്യുക. ഐ മീൻ, നമ്മളായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ള കാര്യങ്ങളിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെയും മൈൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതല്ല, പക്ഷേ
നമ്മളുടെ ഇമോഷൻസ് എന്താ, നമ്മൾ ഓക്കെ ആണോ, നമുക്ക് എന്തെങ്കിലും വേണോ, നമുക്ക് എന്തെങ്കിലും ഡിസ്കംഫർട്ട് ഉണ്ടോ, നമ്മൾ അഡ്രസ്സ് ചെയ്യാതെ പോകുന്ന എന്തെങ്കിലും ഏരിയാസ് ഉണ്ടോ. സെൽഫ് റിഫ്ലക്ഷൻസ് ആണ് ബേസിക്കലി. അതുപോലെ തന്നെ സെൽഫ് റെഗുലേഷനും. ആരെങ്കിലും വന്നിട്ട് വേണ്ട നമ്മൾ റെഗുലേറ്റഡ് ആയിട്ട് ഓക്കെ ആവാൻ, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് വേണ്ട. നമ്മളുടെ ബോഡീനെയും നമ്മളുടെ ബ്രെത്തിനെയും നമ്മളെയും ഓക്കെ ആക്കി വെക്കാൻ നമ്മളുടേതായിട്ടുള്ള സ്കില്ല് ബിൽഡ് ചെയ്ത് അതിന് വേണ്ടിയിട്ട് എവറി ഡേ ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ ഫോണോ കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ച് വെറുതെ ഇരിക്കുക. വെറുതെ ഇരിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാൻ ചെയ്യരുത്, ഓർഗനൈസ് ചെയ്യരുത്, വിളിക്കാനുള്ള കാര്യങ്ങളെപ്പറ്റി ആലോചിക്കരുത്, ഒന്നും ചെയ്യാതെ വെറുതെ ഒരു 10 മിനിറ്റെങ്കിലും ഒരു ദിവസം ഇരിക്കുക. അതാണ്. സോ എന്താണേലും ഇത്രയും സമയം അടുത്ത സെഷൻസിനൊക്കെ ഓടാനുള്ള നിൽക്കുകയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് താങ്ക് യു സോ മച്ച് ഡിയർ ഫോർ ഹാവിങ് ദിസ് മച്ച് ടൈം ഫോർ us. താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ. താങ്ക് യു.